ഹലോ. ആ പറഞ്ഞോ. നമ്മളിപ്പോ രാത്രിക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റാത്ത ഫുഡ് ഓർഡർ ചെയ്യുന്നേ. ചേട്ടാ ഇത് എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ. ഞാൻ നിങ്ങളെക്കാട്ട് ദേഷ്യത്തിലാണ് ഞാൻ. തിരിച്ചു കിട്ടാൻ മാറുമല്ലോ. നമസ്കാരം. നമ്മുടെ സ്വിഗ്ഗിയുടെ കേസാണ് പറഞ്ഞു വരുന്നത്. സ്വിഗ്ഗി മാത്രമല്ല, ഒരു ഓൺലൈൻ ഫുഡിൻ്റെ എല്ലാത്തിനും കാര്യമാണ് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഈ ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ അവരെ ഫുഡ് അവർ കൊടുക്കുന്നില്ല. പിള്ളേരൊക്കെ ഇന്ന് കാശ് പോവുകയാണ്. പാവപ്പെട്ട പിള്ളേരാണ്. അവരൊരു വണ്ടി എടുത്തിട്ട് അവർ ഇതിനു വേണ്ടി ഡെലിവറിക്ക് വേണ്ടി നടക്കുന്ന പിള്ളേരാണ്. അവരെ കാശ് വന്ന് അവരുടെ വോയിസ് റെക്കോർഡാണ്. എന്റെ ഇന്നലെ 900 രൂപയാണ് ബ്രോ പോയത്. അറിയോ ഇവന്മാരെ കാരണം? ഇവന്മാർ പറയാൻ അവന്മാർക്ക് അറിയത്തില്ല. അവന്മാർക്ക് ഓഫ് ചെയ്യത്തില്ല, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇവന്മാർക്ക് വരുന്ന ഓർഡർ വരുമ്പോ പൈസ നമ്മള് ഓർഡർ ചെയ്ത് കാശ് കൊടുക്കുന്നല്ലേ, ഈ കാശിനകത്ത് പോത്ത്. ചേട്ടാ എനിക്ക് അറിയത്തില്ല. എനിക്ക് എന്റെ ഇൻസെന്റീവ് ഓണ കേസാണ് ഇവന്മാർ ഇങ്ങനെ ഓണാക്കിയിടുന്നത്. നമ്മള് മനഃപൂർവ്വം ക്യാൻസൽ ചെയ്യുന്നതാണ് സ്വിഗ്ഗി എന്ന് പറയുന്നത്. ചേട്ടാ ഒരു കാര്യം ചെയ്യട്ടെ, നമ്മളിപ്പോ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ട് നമ്മള് കാശ് കൊടുക്കുന്നുണ്ട്. ചേട്ടന് ചിലപ്പോ റീഫണ്ട് കിട്ടും. ഇത് ചിലപ്പോ എന്റെ നാട്ടിൽ പിടിച്ചോണ്ട് പോകും. അതാ പ്രശ്നം. അല്ല, റീഫണ്ട് എന്നുള്ളത് എനിക്ക് മുമ്പ് വന്നിട്ടുണ്ട്. നമ്മള് ഓർഡർ ചെയ്യുന്നത് കാശ് കൊടുക്കുന്നു, ഫുഡ് കിട്ടുന്നില്ല. ഹലോ. ആ പറഞ്ഞോ. നമ്മളിപ്പോ രാത്രിക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റാത്ത ഫുഡ് ഓർഡർ ചെയ്യുന്നേ. ചേട്ടാ ഇത് എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ. ഞാൻ നിങ്ങളെക്കാട്ട് ദേഷ്യത്തിലാണ് ഞാൻ. തിരിച്ചു കിട്ടാൻ മാറുമല്ലോ. ചേട്ടാ മോനെ നമ്മള് കാശ് പായ്ച്ചു കൊടുത്തില്ലേ എന്തായാലും. അത് സ്വിഗ്ഗിക്ക് റീഫണ്ട് കിട്ടും. റീഫണ്ട് ഒന്നും വരത്തില്ല. എനിക്ക് മുന്നേ പോയിട്ടുണ്ട് കാശ്. സ്വിഗ്ഗി ഇത്ര ഫ്രോഡാണോ? സ്വിഗ്ഗി ഫ്രോഡാണെന്ന് വെച്ചാൽ ഇന്നലെ തന്നെ കാണിച്ചു കേട്ടില്ലേ. ഇപ്പൊ ഒരാള് തിങ്കളാഴ്ച തൊട്ട് ഞായറാഴ്ച വരെ 4.5 മണിക്കൂർ ഇതിൽ നിന്ന് ഓടിയ പൈസ, ഇതിൽ ഒരു ഓർഡർ ഈ കടക്കാരെ മിസ്റ്റേക്ക് കാരണം ക്യാൻസൽ ആയാൽ എന്റെ ഇത് 900 രൂപ പോവുകയും ചെയ്ത് ആ ഫുഡിന്റെ അക്കൗണ്ട് എന്റെ ഇത് പിടിച്ചിരിക്കുന്നു. അപ്ലൈ ചെയ്യുന്നല്ലേ നമ്മള് രാത്രി ഇപ്പൊ വണ്ടി പോകാൻ ഞാനിപ്പോ കാശ് ഞാൻ കൊടുത്തു, എന്റെ കാശ് പോയി. നീ പറയുന്നു ഇതാണ് വിഷയം എന്ന് പറയുന്നു. ഇത് ഇങ്ങനെ പോയാൽ പിന്നെ ഒരു ആപ്പിനെ എങ്ങനെ വിശ്വസിക്കുക നമ്മള്? ഞാൻ എന്തായാലും അവരെ വിളിച്ചു തരാം. ഇപ്പൊ ചേട്ടനെ ഇപ്പൊ വിളിക്കാം. ഇപ്പൊ ചേട്ടാൻ കൊടുത്താൽ മതി. അല്ല, എനിക്കറിയില്ല സംഭവിച്ചാലോ. നമ്മള് ഭക്ഷണം കഴിക്കാൻ നമ്മള് കാരണം 12 ആകുമ്പോഴത്തേക്ക് നമ്മള് വണ്ടി എടുത്ത് പറ്റത്തില്ല ചേട്ടാ. നമ്മള് എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. എക്സ്ട്രാ ക്യാഷ് ഒരു സാധാരണ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ കുട്ടികളൊക്കെ ഈ ഡിഗ്രിയെല്ലാം കഴിഞ്ഞിട്ട് അവർ എന്താ പറയുക, ഒരു ബൈക്കും എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. കാരണം ഒരു ഉപജീവന മാർഗ്ഗമാണ്. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് ഇത്രയും കാശ് പോകുമെന്ന് കേൾക്കുമ്പോഴത്തേക്കൊരു സങ്കടമുണ്ട്. IT ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. അപ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് മുഖ്യമന്ത്രിയും ബാക്കിയുള്ള ആൾക്കാരും ശ്രദ്ധിക്കണം. IT ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള ഈ പറയുന്ന ഇത്രയും ആൾക്കാരൊക്കെ നമ്മളെ പിള്ളേരെ ഒന്നും ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല. ശ്രദ്ധിക്കണം. വിസ്മയസിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.